നല്ല തേനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണേ നിങ്ങളോടൊരു ചരിത്രം പറഞ്ഞാലോ എന്നിങ്ങനെ ഓർമ്മ വന്നത്. നല്ല മധുരമുള്ള തേനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയണേ, ഒരു മനുഷ്യന്റെ പിന്നാലെ വലിയ ഒരു സിംഹം കൂടിയ ഒരു കഥയാണ് ഞാൻ പറയണത്. അതിൽ ചിന്തിക്കുന്നവർക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള വലിയ പാഠമുണ്ട്. അപ്പോ ഈ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യൻ വല്ലാത്ത ഓട്ടമോടുക. പക്ഷെ ഈ സിംഹം അദ്ദേഹത്തിന്റെ പിന്നാലുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ ഓടി 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 ഒരു പൊട്ടക്കിണറ്റിലേക്ക് തട്ടിത്തടഞ്ഞു വീണു. എന്നാൽ ഒരു പിടിവള്ളിയിൽ അദ്ദേഹത്തിന് പിടുത്തം കിട്ടി. ആ പിടുത്തത്തിൽ അദ്ദേഹം മുറുക്കി പിടിച്ചു. മുകളിലേക്ക് നോക്കുമ്പോൾ സിംഹം വാ പൊടിച്ചു നിൽക്കുന്നു. കിണറ്റിന്റെ താഴേക്ക് നോക്കുമ്പോൾ ആ കിണറ്റില് ഒരുപാട് പാമ്പുകളും തേളുകളുമാണ്. മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല, സിംഹത്തിന്റെ വായിൽ വിടും. എന്നാൽ താഴേക്ക് ഇറങ്ങിപ്പോകാനും പറ്റൂല, അവിടെ പാമ്പുകളാണ്, അതിന്റെ കടി കൊള്ളും. ഈ മനുഷ്യൻ എന്താ ചെയ്യാ? ആകെ പരിഭ്രാന്തിയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകളിലെ ഒരു മരത്തിൽ നിന്ന് തേനിങ്ങനെ ഒറ്റാൻ തുടങ്ങിയത്. തേനിങ്ങനെ ഒറ്റി 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 അദ്ദേഹത്തിന്റെ വായിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു മധുരം തോന്നി. അദ്ദേഹം വാ അങ്ങനെ പൊളിച്ചു നിന്നു. ആ തേൻ അദ്ദേഹത്തിന്റെ നാവിലേക്ക് തട്ടിയപ്പോൾ അദ്ദേഹത്തിന് അത് രുചി തോന്നി. അദ്ദേഹം ആ തേൻ ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. ആ തേനിന്റെ മാധുര്യത്തിൽ അദ്ദേഹം മുകളിലെ സിംഹത്തെയും താഴെയുള്ള പാമ്പിനെയും മറന്നുപോയി. ഇതാണ് ദുനിയാവ്. ശ്രദ്ധിച്ചോളിങ്ങൾ. ദുനിയാവിൽ നിന്ന് ഒരു ചെറിയ സുഖം കിട്ടുമ്പോഴത്തിന് മനുഷ്യന്മാര് ദുനിയാവിന്റെ അപകടത്തെക്കുറിച്ച് മറന്നുപോകുന്നു. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലില്ലുൻ സായിലുൻ, നീങ്ങിപ്പോകുന്ന നിഴലുകളാണ്. എല്ലാം അവസാനിക്കും. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, എല്ലാം അവസാനിക്കും, അല്ലാഹു മാത്രം ബാക്കിയാവും. വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു, എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോവും. നമ്മളെ ആരോഗ്യം, നമ്മളെ പണം, നമ്മളെ മക്കള്, നമ്മളെ വീട് ഒക്കെ ഇല്ലാതാവും. അല്ലാഹു മാത്രം ബാക്കിയാവും.